ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്നതുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഒരുമിച്ച് നീങ്ങണമെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കർദിനാളായി ഉയർത്തിയ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. जब भारत का कोई बेटा सफलता की इस ऊंचाई पर पहुंचता है तो पूरे देश को गर्व होना स्वाभाविक है. मैं कार्डिनल जॉर्ज कुवाकाड को फिर एक बार बधाई देता हूं, शुभकामनाएं देता हूं. भारत की ये भावना, मानवता के लिए हमारा ये समर्पण, ये ह्यूमन सेंट्रिक अप्रोच ही 21वीं सदी की दुनिया को नई ऊंचाई पर ले जाएगा. फ्रेंड्स, the teachings of Lord Christ celebrate love, harmony and brotherhood. It is important that we all work to make this spirit stronger. But it pains my heart when there are attempts to spread violence and cause disruption in society. Just a few days ago, we saw what happened at a Christmas market in Germany. During Easter in 2019, churches in Sri Lanka were attacked. I went to Colombo to pay homage to those who lost in the bombings. It is important to come together and fight such challenges. മനു ഭാരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, രാജ്യത്ത് പലയിടങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സഭാ നേതൃത്വങ്ങൾക്കുൾപ്പെടെ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരം ആക്രമണങ്ങളെ ഒരുമിച്ച് നീങ്ങണം, ചെറുക്കാൻ എന്ന ഒരു ആഹ്വാനം അവിടെ CBCI ആസ്ഥാനത്തെത്തി നൽകിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, CBCIയുടെ ആസ്ഥാനത്ത് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, രാജ്യമെമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ കൂടിയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ ഈ CBCIയുടെ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, പ്രത്യേക ഒരു മന്ത്രാലയം തന്നെ അവർക്ക് വേണ്ടി രൂപീകരിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ക്രിസ്ത്യൻ പുരോഹിതരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ശ്രമം, ഫാദർ അലക്സിസിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം, അദ്ദേഹം അവിടെ നേരിട്ട പീഡനങ്ങളിൽ അതൊക്കെ പ്രധാനമന്ത്രി എടുത്തു. യമനിൽ ഫാദർ ടോം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നഴ്സുമാർ കുടുങ്ങിക്കിടന്നപ്പോൾ രാജ്യം അവരെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പല ഇടങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങളിൽ സക്രിയാത്മകമായി രാജ്യം ഇടപെടൽ നടത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടായുള്ളൊരു നീക്കം വേണം എന്ന് പറയുന്ന പ്രധാനമന്ത്രി പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാൻ തയ്യാറായില്ല. പക്ഷേ ജർമ്മനിയിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ച് കയറ്റി അവിടെ 200-ലധികം ആളുകൾ പരിക്കേൽക്കുകയും 5 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സന്ദർഭം, അതുപോലെ ശ്രീലങ്കയിൽ നടന്ന പ്രശ്നങ്ങൾ, ശ്രീലങ്കയിൽ ഉണ്ടായ ബോംബാക്രമണം, അതിനെ തുടർന്ന് പള്ളിയിൽ ആളുകൾ മരണമടയുന്ന സാഹചര്യം, അതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടും സമാധാനം നിലനിർത്താനുള്ള കൂട്ടായ പ്രയത്നം വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു മുദ്രാവാക്യം സബ്കെ സാത്ത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് തൻ്റേത് എന്ന് വ്യക്തമാക്കുക. ഏതായാലും ക്രൈസ്തവ സമൂഹത്തെ കൂടി ചേർത്ത് നിർത്താൻ BJP നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിലയിരുത്തുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുള്ളൊരു നീക്കം എന്ന പ്രതിപക്ഷം അതിനെ വിമർശിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇത്തരം ഒരു പുതിയ ചുവട് പ്രധാനമന്ത്രി നടത്തുമ്പോൾ അത് കേരളത്തിൽ കൂടുതൽ, ഇന്ത്യയിൽ കൂടുതൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് സാധ്യതകൾ തെളിയുമെന്ന പ്രത്യാശ കൂടി ഉയരുകയാണ്.